ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ, ഉപ്പ്, സോഡാപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് ഒത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ട് മാവ് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് 3 പൊട്ടാറ്റോ പുഴുങ്ങിയതും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, കുറച്ച് പച്ചമുളകും, കുറച്ച് സവാള അരിഞ്ഞതും, മുളക്, മല്ലിപ്പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി പെരുംജീരകം ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് ഫില്ലിങ് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവിൽ വേണമെങ്കിൽ കുറച്ച് എള്ളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ മൈദ മാവിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ മാവൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് കുഴച്ച് വെച്ചേക്കുന്ന മാവ് പരത്താൻ വേണ്ടി ചപ്പാത്തി കല്ലിൽ കുറച്ച് മാവ് തൂവിയതിന് ശേഷം ഒരു ഉരുള മാവ് എടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം റോളർ കൊണ്ട് ഒന്ന് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നതുപോലെ നൈസായിട്ട് പരത്തിയെടുത്തിട്ട് ഇനി ഒരു കത്തി കൊണ്ട് നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മൾ സമോസ ഷീറ്റ് വെട്ടിയെടുക്കുന്നത് പോലെ 3 ഷീറ്റായിട്ടാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്ങും കയ്യിൽ ഓരോ ഉരുളായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലോട്ട് ഒരു ഷീറ്റിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതേപോലെ റോൾ ചെയ്തെടുത്തങ്ങ് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് കുറച്ച് നമ്മൾ മൈദാമാവിൽ പേസ്റ്റ് തയ്യാറാക്കി വെച്ചേക്കില്ലേ അത് വെച്ച് അങ്ങ് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ ഷീറ്റിലും ഫില്ലിങ് വെച്ച് ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചേക്കുന്ന ആ സമോസയുടെ 2 സൈഡിലും കുറച്ച് മൈദ പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ റോൾ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ സമോസയും വേണമെങ്കിൽ ഇത് നമ്മൾ പൊട്ടാറ്റോ റോൾ സമോസ എന്ന് പറയാം. നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ചായയുടെയും കട്ട ചായയുടെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ട് എടുത്ത് കഴിച്ച് നോക്കണം. നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.